ഇപ്പൊ കൊല്ലങ്കോടാണല്ലോ. കൊല്ലങ്കോട്ടിലെ ഈ ഒരു സംഭവം 1200ഓളം വർഷം പഴക്കമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട്, ശരി എന്താണ് ഇത് സംഭവം ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ഇത് കോവിലകം പറമ്പ് എന്നുള്ള സൈറ്റാണ്. കോവിലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജധാനി എന്നുള്ള അർത്ഥത്തിലാണ്. വെങ്കുണ്ടനാടിന്റെ ആസ്ഥാന കേന്ദ്രം ഈ പറയുന്ന ഈ ഭാഗത്തായിരുന്നു, കോവിലകം പറമ്പ് സൈറ്റിലായിരുന്നു. അത് ടിപ്പുവിന്റെ ആക്രമണത്തിലൂടെ പരിപൂർണമായിട്ടും തകർക്കപ്പെട്ടതിന് ശേഷം ഇവിടെ വലിയ കരിങ്കൽ കൂമ്പാരങ്ങളും മറ്റും കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇവിടെ നിന്നുള്ള കരിങ്കല്ലുകളും മറ്റുമൊക്കെ എടുത്തുകൊണ്ടാണ് പാലക്കാട് കോട്ട നിർമ്മിക്കുന്ന സമയത്ത് ഹൈദരാലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള തകർക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുള്ള കല്ലുകളൊക്കെ ഉപയോഗിച്ച് പണിതു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് അതിനുശേഷം കുറെ കാലം കഴിഞ്ഞപ്പോൾ മറ്റുള്ള വിഭാഗക്കാരും മറ്റുമൊക്കെ ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട പ്രേത നഗരമായിട്ട് സ്ഥിതി ചെയ്യായിരുന്നു. അത് നേരത്തെ നല്ല രാജവംശത്തിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നത് ആക്രമണത്തിലൂടെ തകർന്ന തരിപ്പണമായപ്പോൾ അവർ കൊല്ലങ്കോട് ഇന്ന് നിലവിലുള്ള കൊല്ലങ്കോട് മറ്റുള്ള ഭാഗത്തേക്ക് താമസം മാറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് അവശേഷിക്കുന്നത് പ്രധാനമായിട്ടും ഈ രണ്ട് കൽമണ്ഡപങ്ങളുടെ സൈറ്റുകളാണ്. ഒന്ന് ഈ ക്ലോസ് ആയിട്ടുള്ള കൽമണ്ഡപം, അതേപോലെ തന്നെ മറ്റുള്ളത് തുറസായിട്ടുള്ള കൽമണ്ഡപങ്ങൾ. ഇതിന് സംസ്ഥാന പുരാവസ്തു വകുപ്പ് വന്ന് ഈ കൽമണ്ഡപങ്ങൾ ഉദ്ഖനനം ചെയ്തപ്പോൾ 18ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഇത് എന്നാണ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അവിടെ ഒരു മൂടപ്പെട്ടിട്ടുള്ള ഒരു കിണറുണ്ട്, കരിങ്കല്ല് കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള കിണറാണ്. ആ കിണറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ തകർക്കപ്പെട്ടതിന് ശേഷം കുറെ കാലം കഴിഞ്ഞ് അതെല്ലാം കരിങ്കല്ലുകളൊക്കെ ഇട്ട് മൂടിയിടുകയായിരുന്നു. അത് സംസ്ഥാന പുരാവസ്തു വകുപ്പ് 98ലും 99ലും വന്ന് ഉദ്ഖനനം ചെയ്ത സമയത്ത് ഈ 10ാം നൂറ്റാണ്ടിലെ ലിപി, കിണർ നിർമ്മിക്കപ്പെട്ടുള്ളത് 10ാം നൂറ്റാണ്ടിലാണ്. അതായത് വെങ്കുണ്ടനാടുடைய എക്കൻ കോമതി കുത്തിച്ച കിണർ എന്നുള്ളതാണ് ആ ലിപിയിലുള്ള വട്ടെഴുത്ത് ലിപിയിൽ പറയുന്നത്. അതിപ്പോൾ തൃശ്ശൂർ പുരാവസ്തു മ്യൂസിയത്തിൽ അത് കൊണ്ട് വെച്ചതൊക്കെയാണ്. ഇതിനകത്തുള്ള ദുർഗയുടെയും മറ്റൊക്കെ പ്രതിമകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിവിധ നാണയങ്ങളും മറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിവിധ കാലഘട്ടത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും മറ്റൊക്കെ അവശിഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിന് പുറമെ ഈ പുരാവസ്തു വകുപ്പ് സ്ട്രാറ്റിഗ്രാഫി എക്സിബിഷൻ നടത്തിയ സമയത്ത് ആ സ്ട്രാറ്റിഗ്രാഫി എക്സിബിഷനിൽ നിന്ന് 2000 വർഷം പഴക്കമുള്ള ചേര നാണയങ്ങളും അന്ന് കാലത്തെ ചാർക്കോളുകളും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നെന്മേനി കോവിലകം പറമ്പ് സൈറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള രാജവംശം എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. സംസ്ഥാന പുരാവസ്തു വകുപ്പൊക്കെ ഇത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യാതൊരു നടപടികളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കുണ്ടുകുളം എന്നുള്ള ഇതാണ് ആ കുളം. ആ കുളത്തിൽ പണ്ട് ടിപ്പുവിന്റെ ആക്രമണം വരുന്ന സമയത്ത് ഈ ഒരു ബ്രാഹ്മണ സ്ത്രീ അവരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ കിണറിൽ കുളത്തിൽ ചാടി മരണപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പരിസരങ്ങളിൽ തന്നെയാണ് തറവാടും മറ്റൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ കോവിലംപറമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുത്തശ്ശിമാരിൽ നിന്നും അവരുടെ കാണവന്മാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള ചില ക്ലൂകളിൽ നിന്നാണ് എൻ്റെ ചരിത്രാന്വേഷണം ആരംഭിക്കുന്നതും ഇവിടെ ഒരു കിണറുണ്ട്, മൂടപ്പെട്ട് കിടക്കണം, അദ്ദേഹത്തെ ലിപിയില്ലെന്ന് പറയപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് സംസ്ഥാന പുരാവസ്തു വകുപ്പിനെ ഞാൻ പിന്നീട് അറിയിക്കുകയും അത് ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് ഈ ചരിത്രത്തിന്റെ ചുരുളുകൾ അഴിയുന്ന രീതിയിലുള്ള ഒരുപാട് കണ്ടെത്തലുകളും മറ്റുമൊക്കെ ഇതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതിന്റെ പരിസരങ്ങൾ ഒരു ഹരിജൻ കോളനി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന കോവിലകം പറമ്പിനകത്തുള്ള ഈ കൽമണ്ഡപങ്ങളുടെ സൈറ്റുകളും അതിനോട് ചേർന്നിട്ടുള്ള മറ്റു വീരക്കലുകളും മറ്റൊക്കെ നിലനിൽക്കുന്ന മറ്റു സൈറ്റുകളും മറ്റുമൊക്കെ ഇപ്പോഴും പണ്ടത്തെ ചരിത്രത്തിന് ശേഷിപ്പുകളായിട്ട് അവശേഷിച്ച് നിലനിൽക്കുന്നുണ്ട്. ഈ കോവിലകം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതായത് കോവിലകം പറമ്പ് എന്നുള്ളത് തന്നെയാണ്. അത് പരിപൂർണമായിട്ടും നേരത്തെ കരിങ്കല്ലിൽ പണിതിട്ട് തകർക്കപ്പെട്ടതിന് ശേഷം പിന്നീട് കൊല്ലങ്കോട് കോവിലകം ഉണ്ട്. അതിപ്പം ഒരു ഹെറിറ്റേജ്. പിന്നീട് അവർ അങ്ങോട്ടേക്ക് കളരി ആയുധ പരിശീലനം നടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങോട്ട് താമസം മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതൊരു ഹെറിറ്റേജ് ഇതായിട്ട് കാസിനോ ഹോട്ടൽ ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കണം. അവിടെ ആർക്കും പ്രവേശനങ്ങളും മറ്റൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ആയിരിക്കണം. അപ്പോൾ അത് വെറും 1800-കൾക്ക് ശേഷമാണ്, ഇവിടുത്തെ തകർക്കപ്പെട്ടതിന് ശേഷം ആണ് ഇവിടെ നിന്ന് താമസം അവരങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയപ്പെടുന്നത് ആ കോവിലകത്തെ കുറിച്ചുള്ള മാത്രമേ കാര്യങ്ങൾ അറിയുള്ളൂ. പക്ഷെ അതിന്റെ മുമ്പിലും ടിപ്പുവിന്റെ ഇവിടെ നിന്ന് ഒരുപാട് പൊൻ നാണയങ്ങള്, സാമൂതിരി കാലഘട്ടത്തിലെ നാണയങ്ങള്, 2000 വർഷം പഴക്കമുള്ള നാണയങ്ങൾ, അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് ഈ കിണർ വെങ്കുണ്ടനാടുடைய കോമതി കുത്തിച്ച് വെൺകുണ്ടനാടിനെ കുറിച്ചുള്ള പരാമർശം ചിലപ്പതികാരത്തിലും മറ്റൊക്കെ ഉള്ളതാണ്, പുരാണങ്ങളിലൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തന്നെയാണ്. ആകെ അവശേഷിക്കുന്നത് ഈ സ്മാരകങ്ങളും മറ്റൊക്കെയാണ്. പക്ഷെ ഇത് ശ്രദ്ധയോ പരിചരണമോ ഇല്ലാതെ കണ്ടുപിടിച്ച് ജീർണാവസ്ഥ നേരിടുകയാണ്. ഇതും നിലനിൽക്കുന്നത് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്.
പക്ഷേ സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പോ ഒന്നും കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ സംരക്ഷണ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം. പക്ഷേ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ വന്നപ്പോ ഈ ഒരു രണ്ട് കെട്ടല്ലാതെ വേറെ ഒന്നുമില്ല, എല്ലാം നാമശേഷമായി. പിന്നുള്ളത് പരിസരങ്ങളിലെ ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ള ഇവിടെ ഫുള്ള് പാറന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഇതും കാണുന്നില്ല, എല്ലാം ഇവിടെ നിന്ന് കുഴിച്ചു കഴിഞ്ഞപ്പോഴാണ്, അതായത് ഈ പറയുന്ന ആൾക്കാരൊക്കെ വീടുകളും മറ്റൊക്കെ കുഴിക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് വലിയ കല്ലുകളുടെയും മറ്റേ സ്ലാബുകളുടെയും മറ്റൊക്കെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തോട്ടിൽ പതിക്കുന്നതിനായിട്ടും വീട് നിർമ്മാണിക്കുന്ന സമയത്ത് പൊട്ടിച്ചെടുത്തിട്ടും, കാരണം ഒരു രാജവംശം നിലനിന്നിരുന്നു എന്നൊരു പ്രദേശം. അപ്പൊ ഇത് ഭൂമിക്ക് അടിയിലായി എന്നാണോ പറയുന്നത്? അതാണ്, അത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പല പ്രാവശ്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പുരാവസ്തുകാര് വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്തു, സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോഴേക്കും പിന്നെ അതിനുശേഷം ഇത് ഈ ഏരിയ മുഴുവനായിട്ട് സംരക്ഷിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ പഞ്ചായത്തും മറ്റുമൊക്കെ ഇത് ഹരിജൻ കോളനിക്കാരൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ച് അവരുടെ, കാരണം വല്ല വീടുകൾക്ക് പ്രശ്നം വരുമോ എന്നുള്ള പേടി കൊണ്ടോ അറിയില്ല, അങ്ങനെയാക്കി മാറ്റിയപ്പോൾ പിന്നെ അവിടെ വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി നിലനിന്നിരുന്നു. ശരിക്കും ഇപ്പൊ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞാൽ ഈ ഒരു സംഭവം 1800 അങ്ങനെ കരിങ്കല്ലിൽ പണിതത് കൊണ്ട് അത് കലാകാരികൾ നിലനിൽക്കും. പക്ഷെ ഉള്ളതിനെങ്കിലും സംരക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പുകൾ അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് വളരെ ഇതാണ്. അല്ലാതിരുന്നു കഴിഞ്ഞാൽ, പക്ഷെ നമുക്ക് ഈ ചരിത്രത്തിന്റെ തുടക്കം ഈ മണ്ഡപങ്ങളിൽ നിന്ന് തന്നെയാണ്. പിന്നീട് അത് മറ്റുള്ള പ്രദേശങ്ങളിലേക്കും മറ്റൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ബാക്കിയുള്ള ചരിത്രത്തിന്റെ കാര്യങ്ങളും മറ്റൊക്കെ ചുള്ളഴിയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഡയറക്ടർ തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും യാതൊരു രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. ശരിക്കും അത് ഒരു ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ ഇത് നോക്കാത്തതിനും കൊണ്ടായിരിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ആരും കാണാത്തതും ആള് വരാത്തതും. ഇതിനൊരു, അതായത് ഇതിനെ കൊല്ലങ്കോട് പ്രദേശത്തെയും പാലക്കാടിന്റെയും ഒരു ഹെറിറ്റേജ് സോൺ ആക്കി, കാരണം ഇവിടുത്തെ ചരിത്ര പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനൊരു പൈതൃക ഗ്രാമമാക്കി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സംസ്ഥാന സർക്കാരിന് എഴുതുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ തുടർ നടപടിയായിട്ട്, പക്ഷെ എല്ലാറ്റിന്റെ പിന്നിലും ഒരു പൊളിറ്റിക്സ് ഒക്കെ ആയതുകൊണ്ട് ചില എന്താ പറയാ, ചില ജനപ്രതിനിധികൾ നിൽക്കുന്ന മണ്ഡലങ്ങളിലേക്ക് അത് ആ ഹെറിറ്റേജ് പൈതൃക ഗ്രാമം എന്നുള്ളത് പോവുകയും, പൈതൃകമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് പൈതൃക ഗ്രാമ പദവി കൊടുക്കുകയും, ഈ പൈതൃകമുള്ള പ്രദേശം അത് സംരക്ഷണമില്ലാതെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഹെറിറ്റേജ് മ്യൂസിയം, അതും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിനെക്കുറിച്ചിട്ടും നമ്മൾ ആവശ്യം ഉന്നയിച്ച് കൊടുത്ത സമയത്ത്, അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. പക്ഷെ അത് മലമ്പുഴയിലേക്ക് അത് കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കപ്പെട്ടു. എന്നിട്ടൊരു ഇൻവിറ്റേഷൻ കാർഡാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളത് ഇതിന്റെ യഥാർത്ഥ രീതിയിലുള്ള പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് എന്നാളും സംസ്ഥാന പുരാവസ്തു വകുപ്പിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കും, റിപ്പോർട്ട് കൊടുക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് സംശയമാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് അതിനെ രേഖകളാക്കി ബുക്കാക്കി മറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ബുക്കുകൾ ശരിക്കും വില കൊടുത്ത് വാങ്ങാനുള്ള മനസ്സുകൾ പോലും മടിയോടെ കാണുന്ന ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ചുമതല വഹിക്കുന്ന ഒരു ആത്മാർത്ഥമായിട്ട് ഇതൊരു മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾ കണ്ടെത്തണമെന്നും കണ്ടെത്തിയിട്ടുള്ളത് സംരക്ഷിക്കണമെന്നുള്ള തലത്തിലേക്ക് മാറുമ്പോഴേ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അപ്പുറമുള്ള തലത്തിലേക്കുള്ളൊരു മനസ്സവിടെ ആവശ്യമാണ്. അത് വരുമ്പോഴാണ് ഇത് സംരക്ഷണ നടപടിയായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും കേരള സർക്കാരിന് ഈ ഒരു ബോധം ഉണ്ടാവട്ടെ എന്ന് അതിന്റെ അതേപോലെ ചുമതല വഹിക്കുന്ന. പക്ഷെ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് വരാണെങ്കിൽ ഇത് ഞാൻ അങ്ങനെ ഒരു അതാണ് അതായത് ഈ ഭാഗത്തുനിന്ന് 10-500ഓളം ഈ പല രീതിയിലുള്ള വീരക്കല്ലുകളും മറ്റൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒരു പൈതൃക മ്യൂസിയം ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ സ്വന്തമായിട്ട് കഴിഞ്ഞ ഇതുവരെയുള്ള ഗവേഷണങ്ങളിൽ സ്വന്തമായിട്ടുള്ള കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ്. ആ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് നല്ല ഹെറിറ്റേജ് മ്യൂസിയം എന്നുള്ള രീതിയിലേക്ക് ആക്കി ഇവിടെ കണ്ടെത്തിയിട്ടുള്ളൊരു പിക്ചറും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് അതിന്റെ പ്രാധാന്യങ്ങളൊക്കെ ഇതിലാക്കി കഴിഞ്ഞാൽ ഇതിന് വീണ്ടും കൊല്ലങ്കോടിനെ വേറൊരു ഇതായിട്ട് വരും. അതോടൊപ്പം തന്നെ കൊല്ലങ്കോടിന് പൈതൃക ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതും പാലക്കാട് ജില്ലയ്ക്ക് നല്ലൊരു പൈതൃക മ്യൂസിയം ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളോളം നിലനിന്നിരുന്ന മറ്റ് കേരളത്തിലെ ഒരു ഭാഗത്തും ഇല്ലാതിരുന്ന ഒരു രാജവംശത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു എന്നും അത് പ്രാചീന ചേരനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നും നമുക്ക്
ഇനി വരുന്ന തലമുറക്കെങ്കിലും അത് കൈമാറാൻ ചെയ്യുവാനായിട്ട് കഴിയും. എന്തായാലും ഇനി ഒരു പുതിയൊരു ചൂടപ്പ് അവന്റെ സാർ പറഞ്ഞ ഹെറിറ്റേജ് ആക്കട്ടെ എന്ന് ഞാൻ കൊല്ലംകോടിനെ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അല്ലെ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുക നമ്മുടെ ഇതുമായിട്ട്. പക്ഷെ ഇതൊക്കെ ഇതിനകത്ത് നിരാശപ്പെടുത്തുന്ന സന്ദർഭങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇതിന്റെ ഭാഗം. പക്ഷെ നമുക്ക് അവരിൽ നിന്നൊന്നും കിട്ടാതിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന അതിനെല്ലാം രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളൊരു ചരിത്ര ദൗത്യമാണ് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ 674 പേജുള്ള ബുക്ക് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിലൂടെ തലമുറകൾക്ക് കൈമാറും എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. അതിലൂടെ ബോധോദയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.